السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന കാലം ആഗതമോ എന്നതാണ് പ്രതിപാദ്യ വിഷയം. വളരെ ലളിതമായി പറയുന്ന സമയത്ത് ഒരുപക്ഷെ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്നുള്ള പദം അല്ലെങ്കിൽ ഈ ഒരു ടേം പറയുന്ന സമയത്ത് ഇതിൻ്റെ ആശയത്തെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന കാലം ആഗതമോ എന്നുള്ള ഈ രണ്ടാമത്തെ പാർട്ട് പറയുന്ന സമയത്ത് തന്നെ ഏകദേശം ഈ വിഷയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1818 വിശ്വസാഹിത്യത്തിൽ മേരി ഷെല്ലി എഴുതുന്ന ഒരു നോവലുണ്ട്. ഫ്രാങ്കസ്റ്റൈൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. ഈ നോവലിൽ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം ശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം തൻ്റെ ലബോറട്ടറിയിലേക്ക് ചെല്ലുന്നു. ലബോറട്ടറിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം പരീക്ഷണത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം ഒരു മോൺസ്റ്ററെ, ഒരു ഭീകര സ്വത്വത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഭീകര സ്വത്വത്തെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന പാകത്തിൽ നിന്ന് പോവുകയും അങ്ങനെ ഈ വിക്ടർ ഫ്രാങ്കസ്റ്റൈനോട് ഈ ശാസ്ത്രജ്ഞനായ ഈ വിക്ടർ ഫ്രാങ്കസ്റ്റൈനോട് മോൺസ്റ്റർ സംസാരിക്കുന്ന ഒരു സംഭാഷണ ശകലം നമുക്ക് ആ നോവലിൽ കാണാൻ കഴിയും. അതിലെ ആ സംഭാഷണ ശകലം ഇങ്ങനെയാണ്. ഈ മോൺസ്റ്റർ ഫ്രാങ്കസ്റ്റൈനോട് പറയാണ്, നിങ്ങളാണ് എൻ്റെ നിർമ്മാതാവ് എന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഞാനാണ് നിങ്ങളുടെ യജമാനൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നാണ് ഈ വിക്ടർ ഫ്രാങ്കസ്റ്റൈനോട് അദ്ദേഹം ഉണ്ടാക്കിയ മോൺസ്റ്റർ പറയുന്നത്. ഈ കഥയിൽ ഈ ശരിക്കും എന്താണ് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഷെല്ലിയുടെ ഈ നോവലിൽ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എത്തിപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എത്തിപ്പെടുന്ന ഒരു തലം, ഈ തലത്തിലേക്ക് ഈ ടെക്നോളജിയുടെ വികാസം അല്ലെങ്കിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പരിണാമങ്ങൾ, അതിൻ്റെ വളർച്ച, അത് ഈ ഒരു തലത്തിലേക്ക് മനുഷ്യനെ എത്തിപ്പിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ എന്നുള്ള ഈ ഒരു വലിയ ആശങ്കയാണ് ശരിക്കും ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഈ ആശയം പ്രതിനിധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും നമ്മുടെ ഈ ടൈറ്റിലുള്ള ഈ ശീർഷകത്തിലെ ഒരു ചോദ്യം, ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന കാലം ആഗതമോ എന്നുള്ളതാണ്. ആരോടാണ് ഈ ചോദ്യം? ഞാൻ ഈ ചോദ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാണ്. ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എവിടെ പോയിട്ടാണ് കണ്ടെത്തേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നിട്ട് കേവലം 2 വർഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാർവത്രികമായ ജീവിത പരിസരത്തേക്ക് ഈ വാക്ക് കടന്നു വന്നിട്ട് കേവലം 2 വർഷമായിട്ടുണ്ടാവുക. എന്നാൽ ഇതിനു മുമ്പേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് കാലങ്ങളായി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗവേഷണങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? അല്ലെങ്കിൽ ആ റിസർച്ച് പേപ്പറുകളിൽ നിന്ന് അല്ലെങ്കിൽ തിസീസുകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളായിരിക്കുമോ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരം? ഞാൻ പറയുന്നത്, നമുക്ക് ശരിക്കും മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന കാലം ആഗതമോ എന്നുള്ള വളരെ ആശങ്കാകുലമായ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ളത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കിതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഞാൻ എൻ്റെ മനസാക്ഷിയോടും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടും ചോദിക്കുന്ന സമയത്ത്, എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലം ജീവിച്ചത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സാർവത്രികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിർമ്മിത ബുദ്ധിയെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ എങ്ങനെയാണ് പരിഗണിച്ചത്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതാവസ്ഥകളുമായി, ജീവിത വ്യവഹാരങ്ങളുമായി ഇടപെടുന്നത് എന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി തുടങ്ങുന്ന ഇത്തരം ഈ ടേമുകളെ അല്ലെങ്കിൽ സാങ്കേതികമായ ഇത്തരം വാക്കുകളെ
നമ്മുടെ പരിസരത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിർമ്മിച്ച ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജെഫ്രി ഹിൻഡൺ എന്ന് പറയുന്നിടത്ത് വളരെ നോബൽ പ്രൈസ് കിട്ടിയാണ്. നോബൽ പ്രൈസ് കിട്ടിയ ജെഫ്രി ഹിൻഡൺ അദ്ദേഹമാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിയുടെയും എല്ലാം ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജെഫ്രി ഹിൻഡൺ ആണ്. അദ്ദേഹം ആർട്ടിഫിഷ്യൽ ന്യൂറോ നെറ്റ്വർക്കുകളെ കുറിച്ച് നടത്തുന്ന ഒരു ഗവേഷണമുണ്ട്. ഈ ഗവേഷണത്തിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന ഈ ചാറ്റ് ബോട്ടുകളുടെയും അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധികളുടെയും എല്ലാം എല്ലാം അതിന്റെ ഉറവിടം എന്ന് പറയുന്നത്, ആണിക്കല്ലി എന്ന് പറയുന്നത് ഈ ഒരു ഗവേഷണത്തിലാണ്. ഈ ജെഫ്രി ഹിൻഡൺ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ജീവിത പരിസരങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷിയൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് വളരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മനുഷ്യകുലത്തിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി വലിയ ഭീഷണിയായി വെല്ലുവിളിയായി വളരുമെന്നാണ് ഇത് നിർമ്മിച്ച ജെഫ്രി ഹിൻഡൺ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിയിട്ട് പോരുന്നത്. മനുഷ്യകുലത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരാശി ശരിക്കും മനുഷ്യ ചരിത്രത്തെ നമ്മൾ ഒരു തരക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഇത്തരം ചിന്തകളെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം പരിണാമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. യുവലാവ് ഹരാരിയുടെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളതിൽ വളരെ ക്രോണോളജിക്കലായ മനുഷ്യരാശിയുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ കാർഷിക വൃത്തിയിലൂടെ അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തിലൂടെ എല്ലാം മനുഷ്യനെ വ്യത്യസ്തമായ ജീവിത പരിസരങ്ങളിൽ നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്നുള്ള വലിയ വലിയ പരിണാമങ്ങൾ സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിലൂടെ നമ്മൾ കടന്നു വന്ന് എത്തിപ്പെടുന്ന ഇവിടെ ഒരു ചരിത്രത്തെക്കുറിച്ച് സാപ്പിയൻസില് യുവലാവ് ഹരാരി പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ശരിക്കും ഇന്ന് കാണുന്ന ഈ ഒരു ഡാറ്റായിസം അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെയും AI-യുടെയും ഒക്കെ തുടക്കങ്ങളെ കുറിച്ച് അതിന്റെ വരവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമായ ഹോമോ ഡ്യൂസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമാറോ എന്ന പുസ്തകത്തിൽ അദ്ദേഹം നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾക്കിടയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചർച്ചകൾ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആശയങ്ങളെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വീണ്ടും നമ്മുടെ അനുഭവങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ആശങ്കയ്ക്ക് നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയും, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുള്ളത് 2024 നവംബറിലാണ്. 2 വർഷം മുമ്പ് 2022 നവംബർ 30-നാണ് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി ChatGPT എന്ന് പറയുന്ന ഇന്ന് നമുക്കിടയിൽ വളരെയധികം സാർവത്രികമായിട്ടുള്ള ഈ ഒരു AI സംവിധാനം നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഈ 2 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഈ 2 വർഷത്തിനിടയ്ക്ക് അതിനു മുമ്പ് നമുക്ക് AI എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് കുറേ കൂടി നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആശയമായിരുന്നില്ല. അതെന്തോ ഒരു വലിയ ആശയം അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നു പഠിക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇടപെടാനോ നമ്മിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ 2 വർഷക്കാലം, കഴിഞ്ഞ 2 വർഷക്കാലം അല്ലെങ്കിൽ ഒരു വർഷക്കാലം 1.5 വർഷക്കാലം അല്ലെങ്കിൽ നമ്മളിലേക്കൊക്കെ അതിൻ്റെ തീവ്രതത്വം എത്തിയിട്ടുണ്ട് എന്നറിയില്ല. എങ്കിൽ പോലും ChatGPT എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന സമയത്ത് കേരളമൊക്കെ വളരെ വരവേൽപ്പോടുകൂടിയാണ് അതിനെ സ്വീകരിച്ചത്. നമുക്കറിയാം മലയാളത്തിലെ വലിയ പ്രസിദ്ധീകരണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ChatGPT നിർമ്മിച്ച കഥ, ChatGPT നിർമ്മിച്ച കവിത, AI വരച്ച ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് AI പതിപ്പ് മാത്രം പുറത്തിറക്കേണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്തൊക്കെയാണ് കുറെ കൂടി ഇതിന്റെ ചർച്ചകൾ നമ്മിലേക്ക് വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സ്കില്ല് എന്ന നിലക്ക് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നത് AI-നോട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. എങ്ങനെ ഏറ്റവും നല്ല പ്രോംപ്റ്റ് കൊടുക്കാം, ഏറ്റവും നല്ല ഇൻപുട്ട് കൊടുത്തിട്ട് ഏറ്റവും നല്ല ഔട്ട്പുട്ട് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം വരുന്ന പരസ്യം അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് തൊഴിലിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കൂടി സെർച്ച് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പരസ്യം. എങ്ങനെ നിങ്ങൾക്ക് എക്സലിൽ ChatGPT-യെ ബ്ലെൻഡ് ചെയ്തിട്ട് പുതിയ ഡാറ്റകൾ ഉണ്ടാക്കാം, കമ്പനിയുടെ കണക്കുകൾ എങ്ങനെ കൃത്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള പരസ്യങ്ങളാണ് നമ്മൾ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ ഈ ഒരു ആധുനിക സ്കില്ലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നാൽ ശരിക്കും ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ശരിക്കും നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ ആകമാനം വിഴുങ്ങാൻ പോകുന്ന ഒരു സ്ഥിതിയാണോ ശരിക്കുള്ളത്? നമുക്കിതിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണും. ChatGPT-യെ വളരെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന, വളരെ പ്രൊഡക്റ്റീവായി അതിനെ ഉപയോഗിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. വലിയ ആളുകൾക്കിടയിലും ഇതിലെ വിദഗ്ധർക്കിടയിലും ഇതുപോലെയുള്ള
വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കുറേ കൂടി പോവുകയാണെങ്കിൽ ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. നമ്മൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നു. ആ സമയത്തെല്ലാം മനുഷ്യൻ അതിനോട് പൊരുതുന്നു, പോരാടുന്നു, അതിനെ എങ്ങനെ നേരിടണം, അതിനോട് എങ്ങനെ സമരസപ്പെടണം എന്ന് മനുഷ്യൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു വന്നതാണ് മനുഷ്യരാശിയുടെ ചരിത്രം. അതുകൊണ്ട് ഒരു ഐക്കോ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിക്കോ നിർത്താൻ കഴിയുന്ന ഒരു തരം വളർച്ചയല്ല ഐയുടേതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുമ്പോൾ ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോ പ്ലാസ്റ്റിസിസം എന്ന് പറയുന്ന ഇതേ ആശയം തന്നെ ന്യൂറോളജിയിലും നമുക്ക് കാണാൻ കഴിയും. ഇനി ശരിക്കും എന്താണ് നമുക്ക് ഈ ഐ എന്നുള്ളത് വളരെ പോസിറ്റീവായി നമുക്ക് കണ്ടുകൂടെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ വലിയ ചരിത്ര ഗവേഷണങ്ങൾ നടക്കുന്നു. ഇന്ന് നിങ്ങൾ ChatGPT നമ്മുടെ ജീവിത പരിസരത്തിലേക്ക് വന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഐയെ എന്തിനു മാത്രം ആശ്രയിക്കുന്നുണ്ടെന്ന്. നമ്മൾ വളരെ പൈസ കൊടുത്ത് കോണ്ടന്റ് ക്രിയേഷൻ നടത്തിയിരുന്ന കോപ്പി റൈറ്റേഴ്സ്, അതല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ച് നമ്മൾ തന്നെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മേഖലയിലുള്ള ഒരുപാട് പേരുടെ തൊഴിലുകൾ പോയിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ ചരിത്രം എന്നുള്ളത് ഒരു വലിയ ഭാഗമാണ്. ചരിത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉത്ഖനനം നടത്തിയിട്ടാണ് ചരിത്രങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതേ സ്ഥലത്തേക്ക് ഐ വരുന്നു. നമ്മുടെ ഭൂമിക്ക് മുമ്പിലൂടെ ഒരു സെൻസർ പോയാൽ, ഭൂമിയുടെ മുകളിലൂടെ ഒരു സെൻസർ പോയാൽ അതിൻ്റെ ചരിത്രങ്ങൾ കിട്ടുന്ന ഒരു തലത്തിലേക്ക് ഐക്ക് വളർന്നുകൂടെ? ഇത് ചരിത്രത്തിൽ പോസിറ്റീവായൊരു മാറ്റം ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മൾ ബോട്ടുകളുടെ കാലത്താണ്, ചാറ്റ് ബോട്ടുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മതം പഠിക്കുന്നു, മതവിജ്ഞാനങ്ങൾ പഠിക്കുന്നു. നമുക്കറിയാം, വലിയ ഉലമാകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ വലിയ ഉലമാകൾ കഴിഞ്ഞു പോയ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ അത്തരം ഉലമാക്കളുടെ ഇന്ന് കുറേ ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. ഈ ഡാറ്റകളെല്ലാം ഒരേ ഇടത്തേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കുന്നു. അങ്ങനെ ഡാറ്റ കൊടുത്തിട്ട് നമുക്ക് ഫത്വ ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങൾ എന്താകും? അല്ലെങ്കിൽ അത്തരം സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മുഫ്തിമാർ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ChatGPT തന്നെ അത്തരം ഒരു തലത്തിലേക്ക് വളർന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ കൂടി പറയുന്നു, കോവിഡ് കാലത്ത് ഉയർന്നു വന്ന ഒരു ചർച്ച, എന്തിനാണ് നമ്മൾ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഒരേ സമയത്ത് നമ്മൾ പറയുന്നു ഒരു ഭാഗത്ത് ഡീസ്കില്ലിംഗ് നടക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഒരേ സമയം ഇത്ര മടങ്ങ് പണിയെടുക്കേണ്ട? വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചൂടെ? ഐ ഉപയോഗിച്ചൂടെ? ഇപ്പോൾ ഒരു റിസർച്ച് പേപ്പർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം, ഒരു മെയിൽ അയക്കണം, ChatGPT അസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് വളരെയധികം പെട്ടെന്ന് നിർവഹിച്ചൂടെ? കുറേ കൂടി നമ്മുടെ ജീവിതത്തെ ലളിതമാക്കുന്ന ഒരു ആശയമായിട്ടാണോ നിർമ്മിത ബുദ്ധി കടന്നു വരുന്നത്? അതല്ല, ഇത് നമ്മൾ ഡീസ്കില്ലിംഗ്, കുറേ കൂടി നമ്മളെ മടയന്മാരും ആക്കി തീർക്കണോ? ഇതൊരു ലേഖനം എഴുതാനുണ്ടായിരുന്ന നമ്മുടെ ശേഷിയെ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാനുണ്ടായിരുന്നതിനെ കേവലം വേഗം സെർച്ച് ചെയ്ത് കണ്ടെത്തുന്ന തലത്തിലേക്ക്, കുറേ കൂടി നല്ല ഒരു ലേഖനം മൊത്തം വായിക്കുന്നിടത്തേക്ക് അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ പോയിന്റിലേക്ക് മാത്രം എത്തിപ്പെടുന്നു. എന്തിനാണ് നമ്മൾ കുറേ സമയം ചെലവഴിക്കുന്നത്? വേഗം ആ പോയിന്റിലേക്ക് എത്തിപ്പെട്ടുകൂടെ എന്നൊരാശയം അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ ഒരേ സമയം തന്നെ രണ്ട് തരം വീക്ഷണങ്ങളെ നമ്മൾ ഇതിൻ്റെ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും. ഡീസ്കില്ലിംഗ്, ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിത പരിസരത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുക. നമ്മൾ ഓർത്തു വെക്കാൻ വേണ്ടി, നമുക്കറിയാം, മുമ്പ് ഒരു പീഡിയയിലേക്ക് നമ്മൾ ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ, എന്തൊക്കെയാണ് വേഗം വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. കുറേ കൂടി നമ്മൾ നോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടുകൾ, ഈ മൊബൈലിലെ നോട്ടുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ഓർമ്മശക്തി കുറേ കൂടി കുറഞ്ഞു വരികയാണ്. വായനയ്ക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ, വായനയ്ക്ക് നമ്മൾ സെർച്ചിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻറ്റുകളുള്ള കാലത്ത് കുറച്ച് മുമ്പേക്കാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അക്ഷരങ്ങളോട് വളരെയധികം എഴുതി പരിചയിച്ചിരുന്ന ഒരു പരിസരത്ത് നിന്ന് അസിസ്റ്റൻറ്റുകളോട് നേരെ ചോദിക്കണം. അക്ഷരങ്ങളോടുള്ള ഒരു ബന്ധം പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കുറേ കൂടി ക്രിയേറ്റീവായി നമ്മൾ ചെയ്തിരുന്ന വർക്കുകൾ, ഈ തുടക്കത്തിൽ ഐയുടെ വരവിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അധികം ആളുകൾ വിമർശിച്ച് പറഞ്ഞിരുന്നത് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും തൊടാൻ കഴിയില്ലെന്നാണ്. ഐ എത്ര തന്നെ വളർന്നാലും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഏറ്റവും ക്രിയേറ്റീവായ വർക്കുകൾ വരെ ഇന്ന് ഐ എന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോംപ്റ്റിനെ കുറിച്ചും ഇൻപുട്ടിനെ കുറിച്ചും നിരന്തരമായി നമ്മുടെ കേരളത്തിൽ പോലും കോഴ്സുകൾ വിൽക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോംപ്റ്റ് കൊടുക്കുക? നിങ്ങളെ കഥയിലെ കഥാപാത്രം എങ്ങനത്തെ ആളാവണം? അദ്ദേഹത്തിന് ഏത് രൂപത്തിലെ മുടി ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കണം, ചെരുപ്പ് ധരിച്ചിരിക്കണം എന്നൊക്കെ ഏറ്റവും കൃത്യമായി നൽകുകയും അദ്ദേഹം ഒരു ഷോപ്പിന് മുമ്പിലൂടെ നടന്നു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കഥ എഴുതി തരുമെന്ന് പറയുന്ന സമയത്ത് അത്ര മനോഹരമായൊരു കഥ തരുന്നു. ഇതേ സമയം നിങ്ങൾക്ക് ഇമേജ് ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് വേണ്ട ചിത്രം എങ്ങനെയാണ്? അതേ ചിത്രത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഈ പ്രോംപ്റ്റ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും എഴുതി കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും മനോഹരമായ റിസൾട്ടാണ് നൽകുക. ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പറഞ്ഞു. നമ്മുടെ ഉസ്താദുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മുദിരിക്കുൽ കുല്ലിയാത്ത്. മന്തിക്കുകളുടെ കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മുദിരിക്കുൽ കുല്ലിയാത്ത്. ശരിക്കും ഈ കോഴിയെ പിടിക്കാൻ വരുന്ന കുറുക്കനെ കാണുന്ന സമയത്ത് കോഴി ഓടും. പക്ഷേ അതേ സമയത്ത് ഈ കുറുക്കൻ എന്ന് പറയുന്നതിൻ്റെ വർഗ്ഗശത്രുവാണ്, ഇതെല്ലായ്പ്പോഴും തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു സംഭവമാണ് എന്നുള്ള ആശയം ഒരു പക്ഷേ ഈ കോഴിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. മറ്റൊരു സമയത്ത് അത് പിന്നെ അങ്ങനെ ആവും. അപ്പോൾ ഈ രൂപത്തിൽ ഒരു മുദ്രിക്കുൽ കുല്ലിയാത്തിൻ്റെ ശേഷിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരാൻ കഴിയില്ല, ആ രൂപത്തിലേക്ക് വളരാൻ കഴിയില്ല. എന്നാൽ അതേ സമയം തന്നെ മനുഷ്യനെ പുതിയ കാലം ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് മനുഷ്യബുദ്ധിയെ പോലെ തന്നെ കിട്ടിയ ഡാറ്റകളിൽ നിന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ആശയങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിൽ ജനറേറ്റീവ് AI കൂടി രൂപപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി, മനുഷ്യ മസ്തിഷ്കം അപ്രസക്തമാകുന്ന കാലം ആഗതമോ എന്നുള്ളതിനെ വളരെ അനിവാര്യമായി, വളരെ അടിസ്ഥാനപരമായി അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 2 വർഷക്കാലം, നവംബർ 2022 നിന്നും നമ്മൾ 2024 എത്തുന്ന സമയത്ത് AI എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ച് കണ്ടെത്തുന്ന ഉത്തരമായിരിക്കും ഏറ്റവും മനോഹരമായ ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.